ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്റ്റെപ്സ് ഓർ പ്രൊസീജിയർ ഇൻവോൾവ്ഡ് ഇൻ ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റിംഗ് അപ്പ് ഒബ്ജക്റ്റീവ്സ് ആണ്. That is the first step in installing cost accounting system is the lay down the objectives to be achieved through the system. ഈ ഒരു സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്ത് ഒബ്ജക്റ്റീവ്സ് ആണോ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അത് പ്രതിപാദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ സ്റ്റഡിയിങ് ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. നിലവിലുള്ള ഓർഗനൈസേഷൻ്റെ അവസ്ഥ എന്താണ്, പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ദാറ്റ് ഈസ് ദിസ് ഇൻക്ലൂഡ്സ് ദി സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്, ഫാക്ടറി ലേ ഔട്ട്, ഡിഗ്രി ഓഫ് മെക്കാനൈസേഷൻ, then methods of time keeping, then methods of wage payment, purchase procedure, treatment of wastage of materials. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്, സ്റ്റഡിയിങ് ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. ദെൻ തേർഡ് വൺ ഡിസൈനിങ് ദി സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ഒരു സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ട്സിന്റെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദി സിസ്റ്റം ഓഫ് കോസ്റ്റ് സ്ട്രക്ചർ ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് എ ഗ്രാജുവൽ ബിൽഡപ്പ് ഓഫ് ദി കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടിൽ കംപ്ലീഷൻ സ്റ്റേജ്. ഓക്കെ, ഓരോ സ്റ്റേജിലുള്ളതും നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീഷൻ നടത്തുമ്പോൾ ഓരോ സ്റ്റേജിലുള്ളതും കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അത്തരത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത്, ഡിസൈനിങ് ദി സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഒരു സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഡിസൈൻ ചെയ്യുക, ഓരോ സ്റ്റേജിലുള്ളയും കോസ്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോസ്റ്റ് സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് വൺ വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമൈൻ കോസ്റ്റ് റേറ്റ്. ഓക്കെ, അതായത് കോസ്റ്റ് റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്, ഓരോന്നിൻ്റെയും കോസ്റ്റ് റേറ്റുകൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ദി ഫാക്ടറി കണ്ടീഷൻ ഷുഡ് ബി തറോലി സ്റ്റഡീഡ്. ഫാക്ടറിയിലെ നിലവിലെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ കോസ്റ്റ് റേറ്റുകൾ എന്ത് ചെയ്യേണ്ടത്, അസൈൻ ചെയ്യേണ്ടത്. ദിസ് ഡിസിഷൻസ് ആർ ടു ബി മെയ്ഡ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓക്കെ, അതേപോലെ ഗ്രൂപ്പിംഗ് ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻ ടു ഫാക്ടറി, ഓഫീസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റേജ്, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്, ദെൻ മെത്തേഡ്സ് ഓഫ് ഓവർ ഹെഡ്സ്, കാൽക്കുലേഷൻ ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. ഇങ്ങനെയുള്ള റേറ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുന്നുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഫാക്ടറി കണ്ടീഷൻ തറോളി സ്റ്റഡി ചെയ്തതിന് ശേഷം ഡിസിഷൻ എന്ത് ചെയ്യണം, കോസ്റ്റിനെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചും, ഇനി ഇൻഡയറക്റ്റ് തന്നെ ഓഫീസ്, സെല്ലിങ് ഇങ്ങനെയുള്ളൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതിന് രീതിയിലും, അതേപോലെ വേസ്റ്റേജിന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ചും, ഇനി പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസിൻ്റെ പ്രൈസിങ് നൽകുന്നതിനെ കുറിച്ചും, ഓവർ ഹെഡിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചും, ഇനി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റിനെ കുറിച്ചും ഒക്കെ ഡിസിഷൻ എടുക്കണം. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് റേറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻട്രൊഡ്യൂസിങ് ദി സിസ്റ്റം. Then after completion of above steps, we can introduce a system of cost accounting. Okay, before implementing this system, it is necessary to explain the implication of the system to all concerned and secure their cooperation. Okay, ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരെയും അറിയിച്ചിരിക്കണം, അവരുടെ കോപ്പറേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിലോ, വിത്തൗട്ട് ദി കോപ്പറേഷൻ ഓഫ് വർക്കിംഗ് സ്റ്റാഫ് സിസ്റ്റം കനോട്ട് ഫങ്ഷൻ സക്സസ്ഫുള്ളി. സിസ്റ്റം എന്ത് ചെയ്യൂല, കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുകയില്ല. അപ്പോൾ അവരുടെ കോപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദി സിസ്റ്റം ഷുഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൾ ഓൺ എ സഡൻ. പെട്ടെന്ന് തന്നെ ഒരു സിസ്റ്റം നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഗ്രാജുവലി ഓൺ ബൈ സ്റ്റേജസ് ആയിട്ട് മാത്രമേ
സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസിങ് ദി കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുവാൻ അവിടെ എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെസസറി ടു സെറ്റപ്പ് എ കോസ്റ്റിംഗ് ഓഫീസ് ടു ലുക്ക് ആഫ്റ്റർ കോസ്റ്റിംഗ് സിസ്റ്റം. Okay, then also the cost office should preferably be situated adjacent to the factory. ഫാക്ടറിയുടെ അടുത്ത് തന്നെ ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസിങ് കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതാണ് മറ്റൊന്ന് വരുന്നത്. ദ നെക്സ്റ്റ് വൺ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് വർക്ക് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദി മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റ് ഡയറക്ട്ലി ആണ് റിപ്പോർട്ടുകൾ നൽകുന്നത്. ഫർദർ ദി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും എന്ത് ചെയ്യണം, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് other departments. These are the steps or procedure involved in installing cost accounting system. Okay.